സീസണില് ആദ്യമേ ലാലേട്ടന്റെ പല പ്രൊമോകളും വന്നപ്പോ പറഞ്ഞൊരു കാര്യമാണ്, ഇപ്രാവശ്യം അംഗനവാടി ടാസ്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്ന ബിഗ് ബോസിനും കിട്ടും പണി, അതായത് കമ്മിറ്റിക്കും കിട്ടും പണി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു കമ്മിറ്റി ഇപ്രാവശ്യം നല്ല ഫോമിലാണ് പണിയെടുക്കുന്നത്. 7ന്റെ പണി തന്നെയാണ് കൊടുത്തോണ്ടിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ ബിഗ് ബോസ് സീസൺ 7 ഒരു വാർണിംഗ് വന്നിരിക്കുകയാണ്. കാരണം ബിഗ് ബോസ് കുറെ പ്രാവശ്യമായിട്ട് പറയുന്നുണ്ട് റൂള് ബ്രേക്ക് ചെയ്യരുതെന്ന്. പക്ഷെ ഇവര് എന്ത് വന്നാലും റൂള് ബ്രേക്ക് ചെയ്തേ ഞങ്ങൾ അടങ്ങൂ എന്നുള്ള മൈൻഡിലാണ് നടക്കുന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ ബിഗ് ബോസിന്റെ ആദ്യത്തെ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും പെട്ടി കൊടുത്തിട്ടില്ല. വന്ന് കയറിയപ്പോ നമ്മുടെ ആ ഒരു ടൈമിന്റെ ടാസ്കില് ആര്യനും അതുപോലെ ബിന്നിയൊക്കെയാണ് ജയിച്ചത്. അപ്പൊ അവർക്ക് മാത്രമാണ് ആദ്യം പെട്ടി കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് അവർക്ക് ഒരു ബാൻഡ് കൊടുത്തു. ആ ബാൻഡ് സൂക്ഷിക്കണം, ആരുടെ കയ്യിലാണോ ബാൻഡ് ഉള്ളത് അവർക്ക് മാത്രമേ ഫുൾ പെട്ടിയും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ എന്ന് ബിഗ് ബോസ് ആദ്യമേ ഒരു ടാസ്കിന്റെ ഭാഗമായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഈ സീസൺ കുറച്ച് ഡിഫറെന്റ് ആണ്. 7ന്റെ പണി എന്ന് പറഞ്ഞൊരു സീസൺ ആണ്. അപ്പോ ഇത് പിന്നെ നമുക്ക് ഓൾറെഡി അറിയാം, ഇതൊരു 100 days സർവൈവൽസ് ഗെയിമാണ്. അപ്പോ അതില് കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിക്കുന്നതിലും ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ നമ്മള് വീട്ടിൽ ഒരുങ്ങി നടക്കുന്നു, അല്ലെങ്കിൽ പുറത്തു പോകുമ്പോൾ നമുക്ക് ലിപ്സ്റ്റിക് വേണം, നല്ല ഡ്രസ്സ് വേണം. ഇതൊരു സീസൺ അവർ പ്ലാൻ ചെയ്തിരിക്കുന്ന പോലെ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഈ സീസണിൽ അവർ പറഞ്ഞ ഡ്രസ്സ് അങ്ങനെ പെട്ടെന്ന് എല്ലാവർക്കും ഇതാക്കണ്ട, അവര് ഒരു യൂണിഫോം കൊടുത്തിട്ട് അതിട്ടാ മതി. മേക്കപ്പ് പ്രോഡക്ട്സ് ഒക്കെ ആയിട്ടായിരിക്കും ഫീമെയിൽ കണ്ടസ്റ്റൻസും കാര്യങ്ങളും, മെയിൽ കണ്ടസ്റ്റൻസും അങ്ങനെ തന്നെ ആയിരിക്കും വന്നേക്കുന്നത്. പക്ഷെ അതൊന്നും യൂസ് ചെയ്യാറായിട്ടില്ല. ആരാണോ ടാസ്ക് ജയിച്ചത്, ആരുടെ കയ്യിലാണോ ബാൻഡ് ഉള്ളത്, അവർ മാത്രമാണോ അത് യൂസ് ചെയ്യേണ്ടതെന്നുള്ള രീതിയിൽ തന്നെയാണ് ബിഗ് ബോസ് ഇത് പറയുന്നത്. പക്ഷെ ഇവര് ജന്മം ചെയ്താൽ അത് അംഗീകരിക്കാൻ റെഡിയല്ല. ഗേൾസിനായാലും ബോയ്സിനായാലും അവിടെയുള്ള പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ വേണം. അവിടെ നമ്മുടെ സ്പോൺസർഷിപ്പിനായിട്ട് വന്നിരിക്കുന്ന കുറെ ബ്യൂട്ടി പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആദ്യം തൊട്ടേ നമ്മുടെ ഗേൾസ് അതെല്ലാം എടുത്ത് യൂസ് ചെയ്യുന്നുണ്ട്. ലിപ്സ്റ്റിക് ആയാലും ഫീമെയിൽ കണ്ടസ്റ്റൻസിനോട് മേക്കപ്പ് നമ്മുടെ ഡെയിലി റുട്ടീന്റെ ഭാഗമാണ്. പക്ഷെ നമ്മൾ ഇതുപോലത്തെ ഒരു സർവൈവൽ ഗെയിമിൽ വരുമ്പോ ആ സാധനം കിട്ടില്ലെങ്കിൽ അത് കിട്ടില്ല, യൂസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ റിയൽ ഫേസ് എന്താണെന്ന് ബാക്കിയുള്ളവർ കാണട്ടെ. അപ്പൊ പലർക്കും അതിൽ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ ഇതൊരു സർവൈവൽ ഗെയിമാണ്. ഇവിടെ 100 ദിവസം എന്ത് വന്നാലും സഹിക്കാൻ റെഡി ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ നോ ഫേസ് ലുക്ക്, നോ മേക്കപ്പ് ലുക്ക് ആൾക്കാർക്ക് കാണണം എന്നാണ് ബിഗ് ബോസ് തീരുമാനിക്കണമെങ്കിൽ അതനുസരിച്ച് വേണം നമ്മൾ നിൽക്കാൻ. പക്ഷെ ഇവിടുത്തെ മിക്ക കണ്ടസ്റ്റൻസും മേക്കപ്പ് പ്രോഡക്ട്സും കാര്യങ്ങളും യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ജിസയിൽ എന്തൊക്കെയോ എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ ഷാനവാസ് കൊട കുപ്പി കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്തിനാണെന്നറിയില്ല. ഇതെല്ലാം ഒരുപാട് തവണ വാർണിംഗ് കൊടുത്ത കാര്യങ്ങളാണ്. പക്ഷെ ഇനി ഇത് തുടർന്ന് പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ പണിഷ്മെന്റ് ഉണ്ടാവുന്നതാണ് ഇപ്പൊ നമ്മുടെ ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു അനൗൺസ്മെന്റ്. അപ്പൊ ഇതുപോലുള്ള റെഗുലർ അപ്ഡേറ്റ്സിനും കാര്യങ്ങൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.